ഞാനൊരു ഷോർട്ട് ഫിലിം കണ്ടു. റിലീസായ ദിവസം തന്നെ ഞാൻ യൂട്യൂബിൽ ഈ ഷോർട്ട് ഫിലിം കണ്ടതാണ്. പറഞ്ഞു വരുന്നത് ഗ്രാനിയെ പറ്റിയാണ്. അനന്തരാമൻ, KPSC ലീല, ശിവരാജ്, ഈ 2 പേരെ വെച്ച് മാത്രം ചെയ്തൊരു ഷോർട്ട് ഫിലിം അനന്തരാമൻ. ഹാൻഡ്സ് ഓഫ് യു ബ്രോ. ഇതൊരു തിയേറ്ററിൽ ആ ഒരു സൗണ്ട് സിസ്റ്റത്തിൽ വാച്ച് ചെയ്യേണ്ട ഒരു ഷോർട്ട് ഫിലിമായിരുന്നു ഗ്രാനി. ഈ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാനായിട്ട് അവരിട്ട എഫേർട്ട്, ഇതൊരു വലിയ ബഡ്ജറ്റ്, ഇതെനിക്ക് തോന്നുന്നില്ല ഇതൊരു വലിയ ബഡ്ജറ്റുള്ളൊരു ഷോർട്ട് ഫിലിമാണെന്ന്. ബട്ട് അതിൽ അവർ ചെയ്തിരിക്കുന്ന ആ ഒരു രീതി, ഇതൊരു ഹൊറർ സൈക്കോളജിക്കൽ ത്രില്ലറാണ്. ഹൊറർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കുറേ ജംപ് സ്കെയറും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഇതിലൊരു ജംപ് സ്കെയർ ഇല്ല. ബട്ട് നമ്മളെ സ്റ്റാർട്ടിങ് ടു ദ എൻഡ് എന്താണ് സംഭവിക്കുന്നത്, അടുത്തെന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു രീതിയിൽ നമ്മൾ കൺഫ്യൂസ് ആയിട്ട് അത്രയും ത്രില്ലായിട്ട് പേടിച്ചിട്ട് തന്നെയാണ് ഈ ഷോർട്ട് ഫിലിം ഞാൻ കണ്ടത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഗ്രാനിയായിട്ട് അഭിനയിച്ചിരിക്കുന്ന KPSC ലീല, അമ്മുമ്മ, ഒരു 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 ഫിയർ എന്നുള്ളത് നമുക്ക് ഫിയർ എന്നുള്ളത് ഒരു ഷോർട്ട് ഫിലിമിലൂടെ നമുക്ക് പല രീതിയിൽ നമുക്ക് കാണിക്കാം. നമുക്കൊരു ജംപ് സ്കെയർ യൂസ് ചെയ്യാം, BGMs യൂസ് ചെയ്യാം, പല ടെക്നിക്സും അതിലുണ്ട്. ബട്ട് ഒരു ലുക്കിലൂടെയൊക്കെ, ഒരു ലുക്കിലൂടെയൊക്കെ നമ്മളെ പേടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര ഈസിയല്ല. അടിപൊളിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ശിവരാജിനെ എവിടെയൊക്കെയോ കണ്ട പോലെ ഒരു ഫീൽ ഉണ്ട്. ഏത് മൂവിയിലൊക്കെ ശിവരാജ് അടിപൊളി ആക്ടിങ് ആയിരുന്നു. നല്ല കാസ്റ്റിംഗ് ആയിരുന്നു. ശിവരാജ് നല്ല കാസ്റ്റിംഗ് ആയിരുന്നു ഈ ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട്. ഒട്ടും ഓവർ ആക്ടൊന്നും ചെയ്തിട്ടില്ല. മെയിൻലി ഹൊറർ ഷോർട്ട് ഫിലിംസ്, ഹൊറർ മൂവീസൊക്കെ വരുമ്പോൾ ഭയങ്കര ഓവർ ആക്ടിങ് നമുക്ക് ഫീൽ ചെയ്യും. ബട്ട് ഇതിലൊരു ഓവർ ആക്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഓൺ പോയിൻ്റ് ആയിരുന്നു ഈ 2 ആക്ടേഴ്സ്. വെറും ഈ 2 ആക്ടേഴ്സും ഒരു വീടും, അത്രേ ഉള്ളൂ. വാട്ട് എ വർക്ക്, സൂപ്പർ, അടിപൊളി ക്രാഫ്റ്റായിരുന്നു, അടിപൊളി വർക്കായിരുന്നു. ഇതിൻ്റെ DOP ചെയ്തിരിക്കുന്ന വിജയ് കൃഷ്ണ, അടിപൊളി വർക്കായിരുന്നു. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു DOP. കാരണം ക്യാമറ വർക്ക് ഒരു ഹൊറർ സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ആകുമ്പോൾ, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ആകുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യാമറ വർക്ക്. അത് മെയിൻലി നൈറ്റുള്ള കുറേ സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടിപൊളിയായിരുന്നു ക്യാമറ വർക്കും. പിന്നെ മെയിൻലി എഡിറ്റിംഗ്, നൈറ്റിൽ നിന്ന് മോർണിംഗിലേക്ക് പോകുന്ന ഒരു ട്രാൻസിഷൻ കാര്യങ്ങളൊക്കെ സൂപ്പർ. സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ നമുക്ക് ഭയങ്കരമായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്തുകൊണ്ട് ഈ മുത്തശ്ശി, എന്തുകൊണ്ട് ഈ ക്യാരക്ടർ, ഗ്രാനിയുടെ അഭിനയിക്കുന്ന ക്യാരക്ടർ ഈ സെയിം ഡ്രസ്സ് എന്താ മാറ്റാത്തത്, കുറേ കാര്യങ്ങൾ നമുക്കത് ഫീൽ ചെയ്യും. ബട്ട് എനിക്കിപ്പോൾ ഈ റിവ്യൂ ഇടുമ്പോൾ വരെ, ഒറ്റയ്ക്ക് ഒരു റൂമിൽ നിന്ന് റിവ്യൂ ഇടുമ്പോൾ വരെ ജസ്റ്റ് എൻ്റെ മൈൻഡിൽ മൊത്തം ആ കണ്ട വിഷ്വൽസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു മസ്റ്റ് വാച്ച് ഒരു ഷോർട്ട് ഫിലിമാണ്. യൂട്യൂബിൽ അവൈലബിൾ ആണ് ഗ്രാനി. കാണാത്തവർ എന്തായാലും കാണുക.